ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു ഫുഡിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചേട്ടനോട് വിളിച്ചു പോകും, ചേട്ടാ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ മിക്കുള്ള ദിവസവും കഴിക്കാൻ തോന്നണമെന്ന് വിളിച്ചു പറയുന്ന സമയത്ത് ചേട്ടൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള മസാല ദോശയാണ്. അപ്പോൾ ഇന്നും മസാല ദോശ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നല്ല സന്തോഷത്തിലിരുന്നതാണ്. അപ്പോൾ കിട്ടിയത് പെറോട്ട ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തു കേട്ടോ പെറോട്ട, എനിക്ക് മസാല ദോശയല്ലേ വേണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ആഗ്രഹിച്ചിരിക്കണം അത് നമുക്ക് കിട്ടത്തില്ല. അപ്പം ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 10 മണിക്ക് ആരടി മസാല ദോശയും കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് കഴിക്കാമെന്ന് പറഞ്ഞു, ഉള്ളത് കഴിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എടുക്കുന്നുണ്ട്, പിന്നെ ചേട്ടന് മാറ്റി വയ്ക്കുന്നുണ്ട്, ഞാൻ 2 എടുക്കുന്നുണ്ട്, ചേട്ടന് 3 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി കണ്ടാൽ വെള്ളം കണക്കിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഒഴിച്ച് അങ്ങ് എവിടെയെങ്കിലും പോയി നിൽക്കുക, ആ റെഡി ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറി. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിൽ മുക്കിയൊക്കെ എടുക്കുന്നുണ്ട്, കാരണം ഇവിടെ ആരും ഗ്രേവി കൂട്ടത്തില്ല, ഞാനും ചേട്ടന് മാത്രമേ ഗ്രേവി ഇടുള്ളൂ. പിന്നെ ഗ്രേവി കിട്ടുന്ന 2-3 പേരുണ്ട് നമ്മുടെ പട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കുഴപ്പമില്ല, ഞാൻ കുറച്ച് അവസാനമായിട്ട് മുക്കി എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ അച്ഛനും കുളിക്കാന്ന് വെച്ചാൽ കുളിക്കണമല്ല, രാത്രി ആവി പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചിരുന്ന സമയത്ത് അമ്മ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു കറി വയ്ക്കുമെന്ന്. അങ്ങനെ ഞാൻ പോകുന്നു, കാരണം അമ്മയ്ക്ക് പട്ടിക്ക് ചോറൊക്കെ കൊടുക്കാണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പട്ടീനെ വെളിയിൽ ഇറക്കണം, അതിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് വയ്ക്കുമെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ, എനിക്കൊരു വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ് കേട്ടോ രാത്രി. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മുടെ നിഴൽ എൻ്റെ ബാക്ക് വരുമ്പോൾ ഞാൻ പേടിച്ചേക്കും, അമ്മ എൻ്റെ ബാക്ക് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം പേടിച്ചു. ഞാൻ 3-4 പ്രാവശ്യം വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് എല്ലാ സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്, പക്ഷേ അമ്മ 2-3 സാധനം മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊക്കെ എടുക്കാൻ പോകുമായിരുന്നു. മെയിനായിട്ട് അമ്മ മറന്നുപോയത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മെയിനായിട്ട് എനിക്ക് അത്യാവശ്യമുള്ള കാര്യം മഞ്ഞപ്പൊടിയാണ്. ഞാൻ എന്ത് മറന്നാലും മഞ്ഞപ്പൊടി ഇടാൻ മറക്കില്ല, എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയാണ് നമുക്കിതിൽ പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ മുളക് കറിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അയല മീനാണ് കേട്ടോ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ച മീൻ കഴിക്കത്തില്ല, വറുത്ത മീനൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി 2 മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കഴിക്കാനല്ല, നാളത്തേക്കാണ് കേട്ടോ ഇതില്ല. പിന്നെ അമ്മ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, അമ്മയ്ക്ക് വേണ്ടി മാറ്റി കറി വയ്ക്കും. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞാൻ പെട്ടെന്ന് കറി വെച്ചു, അമ്മ ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കറി വയ്ക്കാൻ വേണ്ടി അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കറി വെച്ചു അമ്മയ്ക്ക് കഴിക്കാനുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി വറക്കാനുള്ള മീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീഡിയോയ്ക്ക് ക്ലിയർ ഒന്നും കാണത്തില്ല, രാത്രിയായിട്ടല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പരമാവധി വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഔട്ട്ഡോറിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമല്ലേ രാത്രി. പിന്നെ കാറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. കാരണം ഈ ഷീറ്റും കൂടെ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു, കാരണം നമുക്ക് ഓരോ ദിവസത്തെ വീഡിയോ ഇടണമല്ലോ, ഡേ ഇൻ മൈ ലൈഫല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നു അതൊക്കെയല്ലേ നമ്മൾ ക്യാച്ച് ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം. അപ്പം വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ വീടിനടുത്ത് ലൈറ്റാണ് കേട്ടോ. ഇത് ഈ ലൈറ്റ് കാരണമാണ് ഞാൻ കുറേ പേടിച്ചത് കേട്ടോ. നമ്മളെ ഷാഡോ എൻ്റെ നിഴലൊക്കെ ബാക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ ചിന്തകളാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ചേട്ടനും അമ്മയും പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയിരുന്നു, അത് അവരെ ആഴ്ചയൊക്കെ ഇറക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അയ്യോ എന്തെന്ന്. അത് വേറെ ഒന്നുമില്ല, പുലി വന്നാലോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആന വന്നാലോ. പക്ഷേ ഇവിടെ പുലി ആനയൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാട്ടിൽ നിന്ന്. പിന്നെ കൂടലൊക്കെ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൂടൽ കഴിഞ്ഞിട്ട് ഏതോ ഒരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ ആന ഇറങ്ങിയെന്നൊക്കെ അമ്മ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പേടിയില്ലായിരുന്നു, കാരണം ഇവിടുന്ന് എണീറ്റ് ഓടാന്നുള്ള ദൂരമേ ഉള്ളൂ വീട്ടിൻ്റെ അകത്തോട്ട്. പിന്നെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ആൻറ്റിൻ്റെ വീട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതലും പേടിച്ച എൻ്റെ നിഴലേ ഉണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനം എടുക്കാൻ പോകുമ്പോഴും ബാക്ക് ആരും ഇങ്ങനെ ഫോളോ ചെയ്തു. ഫ്രണ്ട് എൻ്റെ നിഴൽ, ഓക്കെ അതെൻ്റെ നിഴലാണെന്ന് എനിക്കറിയാം, ബാക്കും എൻ്റെ നിഴൽ. അപ്പം ഞാൻ വിചാരിക്കും വേറെ ആരും എന്നെ ഫോളോ ചെയ്ത് വരണമെന്ന് വെച്ചാൽ പ്രേതോ വല്ലതാ, അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചിരുന്നു. പിന്നെ കുറേ സമയത്ത് ഇവിടെ ഇരുന്ന സമയത്ത് തന്നെ ഇലയെ കാറ്റത്ത് നമ്മൾ തീയൊക്കെ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇല ആടുന്നുണ്ടോ ഇല്ല, തീ എന്തിനിങ്ങനെ കാറ്റത്ത് പറക്കുന്നതെന്നൊക്കെ തോന്നി, പ്രേതം ഉണ്ടോ എന്നൊക്കെ ചെറിയ ചിന്തയിലൊക്കെ വന്നിട്ടാണ്. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇതിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കറിവേപ്പിലയും എണ്ണയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്കും ഇവിടെ അമ്മ സവാള ചേർക്കും കേട്ടോ, അല്ലെങ്കിൽ കൊച്ചുള്ളി, രണ്ടിലും ഞാൻ ചേർക്കും. ഞങ്ങളുടെ മുളക് കറി വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഗ്രേവി ആയിട്ടങ്ങൾ, അതായത് നമ്മൾ ചിക്കൻ ചേർക്കുന്നില്ല ഗ്രേവി ആയിട്ടങ്ങൾ, അങ്ങനത്തെ ഗ്രേവി അല്ല, നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെയാണ് അരച്ചിടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി സവാളയും ചേർക്കത്തില്ല. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്, ആ ടേസ്റ്റ് വേറെ, ഇവിടെ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാനെന്നും വീട്ടിൽ വയ്ക്കുന്ന കാര്യത്തിൻ്റെ ടേസ്റ്റ് വന്നില്ലല്ലോ. അപ്പോഴാണ് ആലോചിച്ചു ഒരു സംഭവം ഇല്ലെന്ന്. അത് ഞാൻ ഈ വീട്ടിൽ അവസാനം തപ്പി പോകുന്നുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ തപ്പി നടന്നിട്ട് അത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചേട്ടൻ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം, അമ്മ വിശന്നവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ
ഞാൻ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ട്, അപ്പോൾ ചേട്ടൻ ചോദിച്ചിട്ട് പറഞ്ഞു ഇതിലതിന് ഇതില്ലല്ലോ, കുറച്ച് എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞ്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കുമെന്ന് വിചാരിച്ചാൽ ചിലപ്പം കറി ഇല്ലാതായി പോകണമെങ്കില്ല. കാരണം അമ്മയ്ക്ക് ചോറ് കഴിക്കാമല്ലോ, എനിക്ക് ഞാൻ ഇല്ലാതാക്കി കൊളാക്കണ്ടെന്ന് വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഈ കുടംപുളി ഇല്ലേ, കുടംപുളി ഞാൻ മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളിയിലെ വെള്ളം അതിലെടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ അതിൽ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ഇത് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി എല്ലാം ആയിട്ടുണ്ട്. അത് തിളച്ച് വന്ന സമയത്താണ് കേട്ടോ ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു മീൻ എടുത്തിടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്തിനും ഇങ്ങനെ കാണിക്കുന്നത്, മൊത്തത്തിലങ്ങ് എടുത്തിടാമെന്ന് വിചാരിച്ച്. പിന്നെ ക്യാമറ ഒറ്റയ്ക്ക് ഞാൻ പിടിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ചില സമയത്ത് ഒന്നും ബാലൻസ് ഒന്നും കിട്ടില്ല. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വാഴയുടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇരുട്ടാണ്, ഇങ്ങോട്ടേക്ക് ഇരുട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അവിടെയും ലൈറ്റുണ്ട്. അപ്പം നന്നായിട്ടുണ്ട്. ഈ കാറ്റ് കണ്ടോ, ഈ കാറ്റത്താണ് ഞാൻ നോക്കുന്നത് വല്ല പ്രേതം വന്നിട്ടുണ്ടോ എന്ന്. ആ കാറ്റത്ത് നല്ല തീ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുന്നില്ലേ, അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ. ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അടച്ചു വെച്ചിട്ട് വെറുതെ ഇല്ലേ ഇരിക്കുന്നത്, ഗെയിമൊക്കെ കളിക്കാൻ കയറുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഗെയിം കളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാനും ഗെയിം കളിക്കാൻ കയറി. അപ്പോൾ ഞാൻ സോളോ വാച്ചാണ് കളിക്കുന്നത്. ചേട്ടനൊക്കെ ടീമുണ്ട്, അവർ ടീം ഇവിടെ കളിക്കാൻ പോയി. ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട്. ഫ്രീ ഫയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റാണ്, അത് നമ്മൾ പരമാവധി ആസ്വദിച്ച് കളിക്കണം. അതിനിടയ്ക്ക് ഞാൻ എന്തോ ഒന്ന് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ തോട്ടത്ത് കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മ കൊണ്ട് നട്ടതാണ് കേട്ടോ. ഞാനത് തോണ്ടിയെടുത്ത് അടിച്ച് മാറ്റാണ്. എന്നിട്ട് എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞു. കാരണം അമ്മ കറി കൂട്ടുമ്പോഴും അമ്മയ്ക്ക് അതിൻ്റെ ഇത് ടേസ്റ്റ് അറിയാൻ പറ്റി, ഇഞ്ചി ഇട്ടിട്ടുണ്ടേ ഇല്ലേന്ന്. അപ്പം ഞാനത് തപ്പി വാരി അതൊക്കെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ വന്നപ്പം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഇഞ്ചി തോണ്ടി എടുത്തിട്ടുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അതിന് ശേഷം പിന്നെ എൻ്റെ മീൻ വറുക്കാനാണ് കേട്ടോ ഞാൻ വെച്ചത്. ഞാൻ മീനൊന്നും കഴിക്കത്തില്ല, വെച്ചത് വറുത്ത മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കുള്ള ചട്ടി ഞാൻ വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാൻ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് മെസ്സേജ് വരും. അപ്പം ഞാനത് കയറി കാണാൻ വേണ്ടി നോക്കിയ സമയത്ത് എൻ്റെ മീൻ കരിഞ്ഞു കേട്ടോ. നന്നായിട്ട് കരിഞ്ഞു എന്ന് വെച്ചാൽ ആ ഗ്രേവി ഫുള്ള് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മീൻ നോക്കിപ്പോയി എനിക്ക് കിട്ടിയത് കരിഞ്ഞ മീനായിപ്പോയി. പക്ഷേ ഇന്ന് കഴിക്കാനല്ല, നാളത്തേക്കാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഫ്രിഡ്ജ് ഇല്ലാതായിപ്പോയി. അപ്പോൾ നാളത്തേക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ ലൈറ്റിൻ്റെ കാര്യത്തിലും തീരുമാനമായി കേട്ടോ. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായും. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, പുക മാത്രമേ വന്നുള്ളൂ. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് മീനൊന്നും അത്യാവശ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തീയെല്ലാം അണച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കനലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പൂച്ച കയറാതിരിക്കാൻ വേണ്ടി.